തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ സീറ്റ് നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസ് നേരിട്ടത് കടും വെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ജെയിംസ് 24-നോട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കുമെന്നും സഞ്ജയ് ജെയിംസ് വ്യക്തമാക്കി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യത്തെ 40 ലിസ്റ്റിൽ ഒരു 4 പേരോളം നമ്മൾ ജില്ലയിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തതുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ അത് മാറ്റി. അവസാനം ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിസ്റ്റിൽ യൂത്ത് കോൺഗ്രസിന്. അതിനുവേണ്ടി ശക്തമായി ഞങ്ങൾ പോരാടിയായിരുന്നു. സംസ്ഥാന പ്രസിഡൻറ്റ് നേരിട്ട് വന്ന് അതിന് കത്ത് കൊടുത്തതാണ്. എന്തായാലും ഒരു സീറ്റെങ്കിലും പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസിന് കൊടുക്കണം എന്ന് ശക്തമായി പറഞ്ഞിട്ട് പോലും അതിനെ വില കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ സീറ്റ് ധാരണയാക്കിയത്. യൂത്ത് കോൺഗ്രസിന് നല്ല രീതിയിൽ പോരാടി ഇന്നിപ്പോൾ ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ മറന്നു പോകുന്നവർ. അവരെ തല്ലുകൊണ്ട് എല്ലാം നേടിയെടുത്തതുപോലെ തന്നെ ഞങ്ങളും തല്ലുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ കൊള്ളുന്ന തല്ലിനൊന്നും ഒരർത്ഥമില്ലെന്ന് പല ഘട്ടങ്ങളായിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഇത്രയും വലിയ നിരാശ കലർന്ന് സംസാരിക്കാൻ ഈ നേതാവിന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങേയറ്റം നിരാശയോട് കൂടിയാണ് അഡ്വക്കേറ്റ് സഞ്ജയ് ജെയിംസ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് 2ാം ഘട്ടത്തിലുള്ള കോൺഗ്രസിന്റെ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നത്. ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി കൂടി പ്രഖ്യാപിക്കുവാനുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണമായും തങ്ങൾ തഴയപ്പെട്ടു എന്നൊരു വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കും, യാതൊരു തരത്തിലും ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാവില്ല എന്ന് തുറന്നടിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തോട് കൃത്യമായി വിവരം ധരിപ്പിക്കും. ഇതിൽ പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. KPCCയുടെ പ്രത്യേക സർക്കുലർ ഉണ്ടായിരുന്നു. യുവജനങ്ങൾക്ക് പ്രത്യേക പരമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകേണ്ട സ്ഥാനാർത്ഥികളായിട്ട് അവരെ പരിഗണിക്കണമെന്നുള്ളത്. മറ്റ് കോർപ്പറേഷനുകളിൽ അത് നടന്നപ്പോഴും എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷനിലേക്ക് അത് ഉണ്ടായില്ല. ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു തഴയൽ ഉണ്ടായത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഇത്തരം നേതാക്കന്മാരെല്ലാം പുറത്തോട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 2-3 വാർഡുകളിൽ, ജനറൽ വാർഡുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഡിയം വാർഡ്, അവിടെ ദീപ്തി മേരി വർഗീസാണ്, KPCCയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ദീപ്തി മേരി വർഗീസാണ് മത്സരിക്കുന്നത്. ഈ ഒരു വാർഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായിട്ടുള്ള മറ്റൊരു നേതാവിനെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ KPCCയുടെ അടക്കം, അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ മറ്റ് മുതിർന്ന നേതാക്കളുടെ എല്ലാം സമ്മർദ്ദത്തെ തുടർന്നാണ് ആ ഒരു ഡിവിഷൻ ദീപ്തി മേരി വർഗീസിന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, കോർപ്പറേഷനിൽ ഈ പ്രാവശ്യം മേയർ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു വനിതയായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരും ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുമ്പോഴാണ് ദീപ്തി മേരി വർഗീസിന് സ്റ്റേഡിയം ഡിവിഷൻ കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ തഴയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. മറ്റിടങ്ങളിൽ, അതായത് ജിൻഡോ ജോൺ പോലുള്ള നേതാക്കന്മാരെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് അല്പനേരം മുൻപ് DCCയിൽ വെച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുറത്തുവിട്ടത്. അപ്പോൾ ജിൻഡോ ജോൺ അടക്കം പോലുള്ള നേതാക്കന്മാരെ ജില്ലാ പഞ്ചായത്ത്, മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റുകയും കൊച്ചി കോർപ്പറേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ഒരിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം മറ്റ് നേതാക്കളുടെ അടക്കം ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കെല്ലാം വഴിയിൽ കിടന്ന് അടി കൊള്ളാനുള്ള യോഗം, അതിന്റെ ഫലം അനുഭവിക്കുന്നത് മുതിർന്നവരായിട്ടുള്ള മറ്റ് നേതാക്കന്മാര്. യൂത്ത് കോൺഗ്രസിനെ അപ്പാടെ തഴയുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇതിൽ ശക്തമായ അമർഷം തങ്ങൾക്കുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന്റേത് മാത്രമല്ല, ജില്ലയിലെയും സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടേത് കൂടിയാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു അമൽ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.